ഹലോ. അപ്പോ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരേ ഡ്രസ്സിൽ എന്താണെന്നുള്ള കമന്റുകൾ കൊണ്ടുവരണ്ട. കാരണം നമ്മൾ ഒരു കുറച്ച് കണ്ടന്റ്സ് ഒരുമിച്ചാണ് എടുത്തു വെക്കുന്നത്. അപ്പൊ ഇതിന് എനിക്ക് 3-4 പ്രാവശ്യം ഡ്രസ്സ് മാറാനൊന്നും വയ്യ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഈ പല പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഡ്രസ്സ് മാറി കളിച്ചുകൊണ്ടിരിക്കാൻ വയ്യ. നമുക്ക് കണ്ടന്റ് പക്ഷെ വേറെ വേറെ. അപ്പം ഇന്നത്തത് തമ്മിൽ കണ്ട പോലെ Q&A. ഈ Q&A ഞാൻ കുറെ നാൾക്ക് മുമ്പ് ഇട്ടതാ. അതും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറെ ക്വസ്റ്റ്യനുകൾക്ക് അതിനകത്ത് കുറെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചവറ് പോലെ ക്വസ്റ്റ്യൻസ്. കുളിച്ചോ, അങ്ങോട്ടേക്ക് തിരിഞ്ഞോ, അങ്ങനെ ഇങ്ങനെന്നൊക്കെ ചോദിച്ചോണ്ടൊക്കെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ജെനുവിനായിട്ട് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് കുറച്ച് മറുപടികൾ പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ചക്കപ്പഴം നിർത്തിയോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനി വേണ്ട. ചക്കപ്പഴം നിർത്തി എന്നുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞു. ഇത് അത് ആയിട്ടല്ല, ഇതിനകത്ത് എന്തായാലും ഇല്ല ആ ക്വസ്റ്റ്യൻ. കാരണം ഇത് ചക്കപ്പഴം നിർത്തുന്നതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് വൺ, ഇത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഇത് മറ്റേ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അതിനകത്ത് കണ്ടതാണ്. യു ഹാവ് നോ റീസൺ ടു ബി ഡിപ്രസ്ഡ് ആസ് ലോങ് ആസ് ഐ ആം അലൈവ്. താങ്ക് യു. ഒരാളെങ്കിലും അതിനെ നമുക്ക് പറയാനുള്ളത് ഭയങ്കര അടിപൊളിയാണല്ലേ. ഞാൻ ഉള്ളിടത്തോളം കാലം നീ ഡിപ്രസ്ഡ് ആവില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾക്ക് ഈ പറയുന്ന പോലെ എല്ലാവരും ഉണ്ടെങ്കിലും ചിലർക്ക് ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അത് കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഐ ലവ് യു ഉണ്ട്. ഐ ലവ് യു ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് ഞാൻ കട്ട് ചെയ്തായിരിക്കും എടുക്കുന്നത്. കാരണം എനിക്കിത് വായിച്ച് ഞാൻ ഇത് നേരത്തെ നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഇപ്പോഴാണ് വായിക്കുന്നത്. അതിന്റെ ഒരു ടൈം എടുക്കും. ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നവര് നമ്മളെ അവോയ്ഡ് ചെയ്തു പോകുന്നു. അത് വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ആയി കിട്ടുമ്പോൾ അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരോടും പറയാനും ചോദിക്കാനും പറ്റുന്നില്ല. നമ്മള് അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്നുവെച്ചാല് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അത് നമുക്കൊരു പോയിന്റ് കഴിയുമ്പം ഒരു ക്ലോസ്ഡ് സർക്കിളിലേക്ക് വരും. എന്നാൽ കൂടെയും ഇപ്പം എനിക്ക് പറയുകയാണെങ്കിൽ ചന്തു, ബാലു, അനന്തു, അങ്ങനെ കുറെ പേരുണ്ട്. നമ്മളുടെ ഇപ്പൊ ആരതി, അങ്ങനെ കുറെ പേര്, ഫാത്മ. ഞങ്ങള് എല്ലാരും ഈ പറയുന്ന പോലെ 14 വർഷത്തോളം ഫ്രണ്ട്സ് ആയിട്ടിരുന്നവരാണ്. ഞങ്ങളിപ്പോ 14 വർഷം കഴിയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആതിര, ഞങ്ങൾ ഇതെല്ലാരും കുറെ. പക്ഷെ നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ റെഗുലർ കോണ്ടാക്ട് ഒന്നും ഇല്ല. എന്നാലും നമ്മൾ കോണ്ടാക്ട് ഉണ്ട്. നമ്മളിപ്പൊ കണ്ടാലും ആ 14 വർഷം മുമ്പ് സ്കൂളിൽ പഠിച്ച അതേ പൊട്ടത്തരവും വട്ടത്തരവും ഒക്കെ തന്നെ കാണിക്കാറുള്ളത്. അപ്പോ നമ്മള് ഫ്രണ്ട്സ് പോകുന്നു എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. മനസ്സിലായോ? ഇത് വേറൊരാളെ കിട്ടിയത് കൊണ്ട് പോകുന്നു എന്നുള്ളതില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല. വേറൊരാളെ കിട്ടിയത് കൊണ്ട് എനിക്ക് വേറെ ഫ്രണ്ടിനെ കിട്ടി, നീ ഒപ്പം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല. പക്ഷെ നമ്മള് എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്തതോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ട് അവർ പോയില്ല. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്തതിനോ അത് അവരെ ഭയങ്കരമായി ഹേർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അകന്ന് നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അകന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ ആരെങ്കിലും ഒരാള് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അതേ വേവ് ലെങ്തിൽ മനസ്സിലാക്കുന്നത് പോലെ വരും. ഈ വന്നവരും പിന്നീട് പോകാതിരിക്കാം. കാരണം നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു റിലേഷൻഷിപ്പിൽ ഹണിമൂൺ പീരീഡ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിലും നമുക്ക് ഹണിമൂൺ പീരീഡ് ഉണ്ട് അല്ലെ. എന്നുവെച്ചാൽ ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്മൾ എല്ലായിടത്തും ഒരുമിച്ച് പോകും, എല്ലാ കാര്യങ്ങളും പറയും. കാരണം ഭയങ്കര ന്യൂ ആണത്. ഒരാൾക്ക് ഒരാളെ പറ്റി അറിയില്ല. നമുക്ക് ഒരാളെ പറ്റി അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ ബിഗ് ബോസ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് വേറൊരാളുടെ ലൈഫിനെ പറ്റിയും അയാൾ എങ്ങനെയാണെന്നും ഇതൊക്കെ അറിയാൻ നമുക്ക് പേഴ്സണലി ഹ്യൂമൻ നേച്ചറാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഈ ഫ്രണ്ട്ഷിപ്പ് അവിടെയാണ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിക്കും. ചിലരൊന്നും നമ്മുടെ ഫ്രണ്ട്സ് ആകാതെ ആദ്യം തന്നെ നമുക്ക് കാര്യം കഴിക്കും. ചിലര് ഭയങ്കര സെൽഫ് ഒബ്സസ്ഡ് ആയിരിക്കും. ഞാൻ എല്ലാത്തിനും ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ഒരു ചിലർ, ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ് ആക്കിയിട്ട് പോകും. ചിലർ ഭയങ്കര ഷോ ഓഫ് ആയിരിക്കും, വെളിയിൽ ഇങ്ങനെ പല രീതിയിൽ കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ചിലർ നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതേ നമ്മളുടെ എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഒരു 100 അടി മാറി നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, 200 അടി മാറി നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ കാറ്റഗറീസ് തിരിച്ചു തുടങ്ങും. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ എന്താണെന്നോ, നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്നോ നമ്മൾക്ക്, അതായത് നമ്മൾ പാതിരാത്രി 12 മണിക്ക് ഒരു ബർത്ത്ഡേ ഓർത്ത് വെച്ച് പോയി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിന്ന് അവർ മാറും. കാരണം
അവര് ചെയ്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിക്കലി, നമ്മൾക്ക് നമ്മളായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മളുടെ എല്ലാ തല്ലുവിളിത്തരം അറിഞ്ഞ് നമുക്ക് ഒരു രീതിയിൽ അവിടെ കള്ളം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരാളുടെ അടുക്കെ കള്ളം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഓ വേണ്ട, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ പറ്റി അല്ലെങ്കിൽ അവൻ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് അല്ല. അത് ഫ്രണ്ട്ഷിപ്പ് ആണ്, പക്ഷെ അതൊരു ക്ലോസ് സർക്കിൾ അല്ല. അവിടെ നമ്മൾ കള്ളങ്ങളില്ലാതെ ഓപ്പൺ ആയിട്ടാടാ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാ, നീ വേണേ നിന്നാ മതി എന്ന് പറയുകയാണെങ്കിൽ അവർ ഇത്രയും ജെനുവൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് പറഞ്ഞു തിരുത്തി തരുമായിരിക്കും. എങ്കിൽ കൂടെയും നമുക്ക് ഓപ്പൺ ആയിട്ട് എന്തും ചെന്ന് പറയാം എന്നുള്ളിടത്ത് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ഫ്രണ്ട്സ് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതും നല്ലതിനാണെന്ന് തന്നെ വിചാരിക്കുക. നമുക്ക് അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആവുന്നില്ല, ആ ഒരു കമ്പാറ്റബിലിറ്റി ശരിയാവാത്തത് കൊണ്ടാണ് അവർ പോകുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിൽ വിശ്വാസം കാണേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഒരാളെങ്കിൽ ഒരാൾ, അത് മതി. അതെന്തായാലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുക്കൽ തന്നെ വരും. ചേച്ചി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോ എന്നെ അവോയ്ഡ് ചെയ്യുന്നു, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് കിട്ടുന്നില്ല. ഇത് എന്താണെന്നറിയാമോ, ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ പറയുന്നത് പോലെ എവിടെ പോയാലും തിരിച്ചു കറങ്ങി ഇവിടെ തന്നെ വരും എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും, അത് നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു വ്യക്തിനോട് നമ്മൾ ഭയങ്കരമായി ഇമോഷണലി മെന്റലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വ്യക്തി പോയപ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ദാറ്റ് ഈസ് ബിക്കോസ് മേ ബി യു ആർ സോ റിയൽ. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഒരുപാട് റിയൽ ആയിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ മതി, ഈ പറയുന്ന പോലെ എന്താണ് നിങ്ങളുടെ റീസൺ അറിയില്ല. റീസൺ അറിയാതെ എനിക്കിപ്പോ അതിനകത്തൊന്നും പറയാനും പറ്റത്തില്ല. ഇപ്പം ചിലപ്പം ബെസ്റ്റ് ഫ്രണ്ടിന്റെ പാർട്ടിലായിരിക്കാം തെറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കാം തെറ്റ്. അപ്പൊ ഇത് എന്താണെന്ന് അറിയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന പേഴ്സണലി ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്, എല്ലാം ഓക്കെ തന്നെ. അതിനുവേണ്ടി നമ്മുടെ ഹാപ്പിനെസ്സോ നമ്മൾ ചെയ്യുന്നതോ കുറച്ച് സമയം എടുക്കും റിക്കവർ ആകാൻ. പക്ഷെ ഡു റിക്കവർ. കാരണം ഏതൊരു വ്യക്തിയും നമ്മൾ അങ്ങനെ ഡിപ്പെൻഡ് ആയി നിൽക്കുന്നത് അത്ര നല്ലതല്ല. നമുക്ക് പേഴ്സണലി നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പം അവിടുന്ന് അത് വരാത്തപ്പോഴത്തേക്ക് നമുക്ക് ഒരുമാതിരി ഉണ്ടാകും. അപ്പൊ ഇത് എന്താണ് ചെയ്തത് എന്നുള്ളത് സോർട്ട് ചെയ്തെടുക്കുക. അഥവാ ചോദിക്കുക, എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ റീസൺ എന്ന് ചോദിക്കാമല്ലോ. ഇപ്പൊ മിണ്ടുന്നില്ലെങ്കിൽ എന്താണ്, ഒന്നും വേണ്ട, നീ മിണ്ടണ്ട എന്നോട്, എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താണ് ഒരു സോളിഡ് റീസൺ ചോദിക്കുക. ഈ റീസൺ എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഡു സേ സോറി. അത് സോറി പറഞ്ഞ് സോൾവ് ആക്കാൻ പറ്റുമെങ്കിൽ സോൾവ് ആക്കുക. അല്ല സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് പക്ഷെ എന്റെ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് റോങ് ആണ് എന്ന് പറയുകയാണെങ്കിൽ മാറി തന്നെ കൊടുക്കുക. അതാണ് ഏറ്റവും ഹെൽത്തി വേ. പിന്നെ പറയുന്നത് പോലെ നമുക്ക് പ്രോപ്പർ റീസൺ അറിയാതെ ഒന്നിനെ പറ്റി അഭിപ്രായം പറയാൻ പറ്റില്ല. അടുത്തത്, ഹാവ് യു എവർ റിയാക്റ്റഡ് അറ്റ് എ പബ്ലിക് ഇവന്റ്? ഞാൻ അങ്ങനെ പബ്ലിക് ഇവന്റിൽ റിയാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഒരു സെലിബ് സ്റ്റാറ്റസിലേക്ക് വന്നതിനപ്പുറം അത് കഴിഞ്ഞിട്ട്. അതിന് മുന്നേ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവന്റിലെന്നല്ല, ഞാൻ ഒരു തവണ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും എനിക്കൊരു ബാഡ് ടച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി. പിന്നെ ഞാനവിടെ ആളെ കൂട്ടാനും എന്താണോ ആ പരിപാടി ഒന്നുമില്ല. ഞാൻ അപ്പോഴേ കൈ പിടിച്ച് ഒടിച്ചിരിക്കുകയൊക്കെ ചെയ്തത്. കാരണം എൻ്റെ ഒരു റിയാക്ഷൻ എപ്പോഴും ഒരു അഗ്രസീവ്നെസ് ആയിരുന്നു ആ ടൈമിലൊക്കെ. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോളേജ് ടൈമിലൊക്കെ പബ്ലിക്കലി നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അത് ഇത് വരുമ്പം ഒഫൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ ഇവിടെ വന്നപ്പം കുറച്ചുകൂടെ മെച്ചുവർ ആകുമല്ലോ. നമ്മൾ ഈ പറയുന്ന പോലെ കലവിലാന്ന് പറഞ്ഞിട്ട് കിടന്നാൽ ചാടിയിട്ട് കാര്യമില്ല. നമുക്കത് ഡീൽ ചെയ്യേണ്ട ഒരു രീതി അറിയും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പബ്ലിക് ഇവന്റിൽ ഇതുവരെ റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ല, ഒരു കോട്ട് പോലെ എഴുതിയിരിക്കുകയാണ്. സംടൈംസ് ഡിസ്റ്റൻസ് ടെൽസ് ദ വാല്യൂ. സോ ട്രൂ. ചില സമയത്ത് നമ്മൾ ചിലരോട് ഒന്ന് ഡിറ്റാച്ച്ഡ് ആയി ഒരു അകലം പാലിച്ചിരിക്കുമ്പോഴേ അവര് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നെന്നും ചിലപ്പം അവര് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തത് നമ്മൾ കാണാതെ പോയിട്ടുണ്ടെന്നും അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരാൾ ഇല്ലാതിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ വാല്യൂ. ഇപ്പം അങ്ങനെ ഇല്ലാതിരുന്നിട്ടും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ അത്രയും ആൾക്ക് ഇമ്പോർട്ടൻസേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് അത്ര ഇമ്പോർട്ടൻസേ ഉണ്ടായിരുന്നുള്ളൂ. വലുതായിട്ടൊന്നും നമ്മൾ ആ ലൈഫിൽ ചെയ്തിട്ടില്ല. നമുക്കിപ്പോ നല്ല എന്തെങ്കിലും ചെയ്തു തന്ന ഒരാളെ നമ്മൾ എന്തൊക്കെയാണെങ്കിലും മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ വരും. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ഫ്രണ്ട്ഷിപ്പില് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡിസ്റ്റൻസ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം നിങ്ങളുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കുഞ്ഞുകുട്ടികളാണ്. അപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ ഈ കോളേജ് ആ സമയത്തൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കട്ട എന്നായിരിക്കും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാവർക്കും ഓരോ
അവരവരുടെ ലൈഫുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, വൈഷു, പാച്ചു, ജൂനു, ശിവ, മായരാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞത്. ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡെയിലി ചെന്നിട്ട് നീ സുഖമാണോ അതാണോ അവനോട് ഇത് നമുക്ക് നടക്കില്ല. അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു മെച്യൂരിറ്റി നമുക്ക് സ്വന്തമായിട്ട് വേണം. അവർക്ക് അടുത്ത ലൈഫ് ഉണ്ട്, അവർക്ക് അടുത്തൊരു ഫാമിലി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരു ഡിസ്റ്റൻസ് ഇടുന്നതും ദാറ്റ് വാല്യൂ, ആ ഒരു ഡിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ബാക്കിയുള്ളവരെ കാണുമ്പോഴത്തേക്ക് ഇത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പാന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് എവിടെ നമ്മൾ ആവശ്യത്തിനധികം ടൈം സ്പെൻഡ് ചെയ്താലും അത് കുഴപ്പമാണ്. നമ്മൾ എല്ലാം ഒരു ലിമിറ്റ് അനുസരിച്ചാണെങ്കിൽ അത് നമുക്ക് എന്നും ചെറിഷ് ചെയ്യാൻ പറ്റും. സോ ശരി തന്നെ, നമുക്ക് എപ്പോഴും അടുത്തുള്ളതിനെക്കാട്ടിലും അകലെ നിൽക്കുന്നതിനോടായിരിക്കും നമുക്കൊരു പ്രിയം കൂടുതൽ. ഐ എം ഗോയിങ് ത്രൂ ഡിപ്രഷൻ ആൻഡ് ഐ എം ടേക്കിംഗ് 6 tablets a day ആൻഡ് ഐ കാണ്ട് ഈവൻ സ്റ്റാൻഡ് സ്ട്രൈറ്റ്. ഇതിന് ഞാൻ ഉത്തരം പറയേണ്ടതല്ല. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ടാബ്ലറ്റ് എടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. കൺസൾട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലുക്ക്, മാക്സിമം സ്വന്തം വിൽ പവറിനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാനൊരു കാര്യം പറയാം, ആരും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. വൺസ് വി ആർ ഇൻ ഡിപ്രസ്ഡ് സ്റ്റേറ്റ്, നമുക്ക് വെളിയിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആരും വന്ന് കുറച്ച് നാളത്തേക്ക് ഒരു മോട്ടിവേഷൻ തരുമായിരിക്കും. പക്ഷേ ഒരു ത്രൂ ഔട്ട് ഒരു ഹരികൃഷ്ണ അപ്പം ആരും വന്നൊരു ത്രൂ ഔട്ട് നമുക്കൊരു പുഷ് തരാൻ പോകുന്നില്ല. ആ പുഷ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം അത് കാരണം നമ്മളങ്ങ് തളർന്നു പോകാതിരിക്കുക. നമ്മളെ എപ്പോഴെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ചെയ്യുക. ചിലപ്പം ഉണ്ടായിരുന്ന ആ ഒരു ക്ലോത്തിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുണ്ടായിരുന്ന ഒരു രീതിയിൽ നിന്ന് മൊത്തം ഒന്ന് മാറിയാൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഒന്ന് റിഫ്രഷ് ആകാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് മുടി വെട്ടിയത്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മളിൽ വരുമ്പോൾ നമുക്കൊന്ന് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം എന്താണെന്നുള്ളത് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്ന പേഴ്സണലി മാക്സിമം എന്താന്ന് വെച്ചാൽ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഈ 6 tablets ഒക്കെ എടുക്കുന്നത് പ്രോപ്പർ കൺസൾട്ടേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡു വി ഹാവ് ഇനഫ് ടൈം ടു ബി ഡിപ്രസ്ഡ്? ഐ ഡോണ്ട് തിങ്ക് സോ. അതിനെനിക്ക് മറുപടിയില്ല. ശരിയാണ്, പക്ഷെ ഇനഫ് ടൈം ഇല്ലാത്തതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഡിപ്രസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇനഫ് ടൈം തന്നാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി ഇരുന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്നൊരു റിക്കവറി ഉണ്ടാവില്ല. നമുക്കിങ്ങനെ ഇരിക്കാനൊരു നിവർത്തിയില്ല. നമ്മൾ വീണ്ടും ഓരോന്ന് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രചോദനം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പലരും വീണ്ടും എഴുന്നേറ്റ് ഡെയിലി പണിക്ക് പോകുന്നതും വീണ്ടും എഴുന്നേറ്റ് ഓരോന്ന് ചെയ്യുന്നതും. തളർന്ന അങ്ങേയറ്റം പൊട്ടി പാളിസായി എന്ന് അറിഞ്ഞു കഴിയുമ്പോഴും ഒരു ഹോപ്പ് അത് വരുന്നത് നെക്സ്റ്റ് ഡേ നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. വൈ ആം ഐ സോ എംപത്തറ്റിക് വിച്ച് റിസൾട്ട്സ് ഇൻ മീ ഗെറ്റിംഗ് ഹേർട്ട് വെൻ നോട്ട് റിസീവിങ് ദ സെയിം ഫ്രം അതേഴ്സ്? അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുന്നതും അത് നമ്മുടെ ചുറ്റുമുള്ളവർ മനസ്സിലാക്കേണ്ടത്. ഇപ്പം എനിക്കൊരാൾ വന്ന് രാവിലെ വന്നിട്ട് ഡെയിലി ഫുഡ് തരിക. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ മൈൻഡിലുണ്ടാവും, സോ ഇവർക്കൊരു ഫുഡ് ഇല്ലാത്ത സമയത്ത് ഇവർക്ക് ഞാൻ ഫുഡ് കൊടുക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് കൊടുക്കണം, അത് എൻ്റെ ഒരു ബേസിക് ഒരു മാനേഴ്സ് ആയിരിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. പക്ഷെ ചിലരത് ചെയ്യില്ല. അവർക്ക് അങ്ങോട്ടേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക, അവർ പക്ഷെ തിരിച്ച് അങ്ങോട്ടേക്ക് ചെയ്യില്ല. അതുപോലെയാണ് നമ്മൾ സ്നേഹമാണെങ്കിൽ നമ്മൾ ചിലരുടെ ഇടയ്ക്കൽ ഭയങ്കര നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അയ്യോ അവർ പാവം, അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുള്ള സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കും. ഒരു മെൻ്റൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് എല്ലാം കൊടുത്തെന്നിരിക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇതേ പോയിന്റിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് വിളിച്ചാൽ അന്വേഷിക്കത്തില്ല, നമ്മൾ ഒരു 5-6 ദിവസം കണ്ടില്ലെങ്കിൽ പോലും മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറയും. പക്ഷെ അവർ ഇങ്ങോട്ടേക്ക് ചെയ്യാഞ്ഞതിനെ പറ്റി ഒന്നും അവർക്ക് യാതൊരുവിധ ബോധറൻസ് ഉണ്ടാവില്ല. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഡോണ്ട് ബി സാഡ് ദാറ്റ് യു ആർ എംപത്തറ്റിക്. ദാറ്റ്സ് സോ ഗുഡ്. അത് ഇപ്പോൾ വളരെ ചുരുക്കം പേരിൽ മാത്രമാണ് ജെനുവിൻ ആയിട്ട് കാണുന്നത്. സോ ബി പ്രൗഡ്. ഐ എം പ്രൗഡ് ഓഫ് യു. ചേച്ചിക്ക് റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം, വളരെ നല്ല അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഒരു ലവ് റിലേഷൻ ആയിരിക്കും ചോദിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പേരൻറ്ഹുഡ്. ഇഷ്ടംപോലെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ. ഞാനിപ്പം ഒരു ചോദിച്ച കാറ്റഗറിയൊക്കെ വെച്ചിട്ട് ലവ് ആണെന്നുള്ള രീതിയിൽ ഞാൻ അതിനുത്തരം പറയാം. റിലേഷൻഷിപ്പ് വളരെ അടിപൊളിയാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരെണ്ണം ബ്രേക്കപ്പായി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 റിലേഷൻ ഉണ്ടായിരുന്നു എന്നും വിചാരിച്ച് നമ്മൾ അതൊക്കെ മോശം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം
നമുക്കൊരു ഒരു സാരി ഉടുക്കുകയാണ്. ഇപ്പോൾ ഒരു ആസ് എ ഗേൾ ഐ എം സെയിങ്, ഇപ്പം അല്ലെങ്കിൽ ഒരു ബോയ് ആണെങ്കിൽ ഒരു ഷർട്ട് ഇടുവാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരിടത്ത് പോകാനാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷന് പോകാനാണെങ്കിൽ എത്ര എണ്ണം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നോക്കും അല്ലേ? എന്നിട്ട് നമുക്ക് ഭയങ്കര സ്യൂട്ടായിട്ട് നമ്മൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന, നമ്മൾ കുറച്ചും കൂടെ ഒരു ഗ്ലോറിഫൈ ആകുന്ന ഒരു സാധനത്തിലാണ് നമ്മൾ ഫിക്സ് ആവുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ ചിലർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആദ്യത്തേത് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഭയങ്കര അടിപൊളി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്നാണ് പറയുന്നത്. കാരണം നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ ഉയർച്ചയ്ക്കും അവരുടെ ഉയർച്ചയ്ക്കും നമ്മളൊരു ബാലൻസ് ഉണ്ടാക്കി അത്രയും വർഷമായിട്ടും പരസ്പരം മടുക്കാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് റിയലി അമേസിങ്. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇപ്പോഴത്തെ കുറേ കഥകൾ കേട്ടതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇതിൽ പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് രണ്ട് പ്രേമിക്കുന്നതിൽ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടറിനോ നിങ്ങളുടെ ഒരു കമ്പാറ്റബിലിറ്റി സെറ്റ് ആകാത്തത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്, എന്നാലും അങ്ങനെയൊന്നും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അതറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ 3-4 വലിക്കാതിരിക്കുക. അതാണ് എനിക്ക് റിലേഷൻഷിപ്പിനെ പറ്റി പറയാനുള്ളത്. കാരണം ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. അത് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിൽ കൂടുതലും വേണ്ടത്, ഇപ്പം നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഈ പറയുന്ന പോലെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിരിക്കാം. പക്ഷേ ഇത് സീരിയസ് ആയി പോകെ ഈ ഒരു സമയത്ത് ഈ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും വൈഫും ഹസ്ബൻഡും ആകും, അമ്മയും അച്ഛനും ആകും, അപ്പൂപ്പനും അമ്മൂമ്മയും ആകും. ആ സമയത്തെല്ലാം നമ്മൾ ഒരുമിച്ച് വേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഒരു അടിത്തറ, സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ വിദഗ്ധമായി നിങ്ങളുടെ പാർട്ട്ണറിനെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. എനിക്കിപ്പോൾ 2 കമ്പനിക്കാരുണ്ടെങ്കിലും അവൾ അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവൻ അറിയുന്നില്ലല്ലോ എന്ന്. ഇത് അഭിമാനിക്കേണ്ട ഒരു കാര്യമല്ല. അവരറിയാതെ നമ്മൾ പുറകിൽ ആർക്കെങ്കിലും ഒരു സ്നേഹം കൊടുക്കുകയോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഫ്ലേർട്ടിങ് തന്നെ ആയിക്കോട്ടെ, ഒരു കണ്ണുകൊണ്ടൊരു ഫ്ലേർട്ടിങ്ങോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടുള്ള ഒരു ഫ്ലേർട്ടിങ്ങോ ആണെങ്കിൽ കൂടെയും അതും തെറ്റാണ്. ദാറ്റ് ഈസ് ഓൾസോ ചീറ്റിങ്. ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ വേറൊരു പുരുഷനോടോ ഒരു സ്ത്രീയോടോ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പണായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് പറയുക, സോറി ഐ ലോസ്റ്റ് ഇൻട്രസ്റ്റ് സംവെയർ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ സംടൈംസ് ഡിസ്റ്റൻസ് ടെൽസ് ദ വാല്യൂ എന്ന്. ഡിസ്റ്റൻസ് യുവർ സെൽഫ്. അപ്പം നമ്മളൊന്ന് അകന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് നമുക്ക് അത് അവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വരുമ്പോൾ അപ്പുറത്തൊരു ഫ്ലിങ്, ഒരു എനർജി ബൂസ്റ്റപ്പ് ഇല്ലേ, അതായിരിക്കും. നമുക്ക് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര എനർജി ആയിരിക്കും അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, കുളിച്ചൊരുങ്ങുന്നു, ഫോട്ടോ ഇടുന്നു, ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ. പക്ഷെ ഇത് ഇങ്ങനെ പോകെ വരുമ്പോൾ ഇനി ആരെ കാണിക്കാനാണ്, ഇവനെയൊക്കെ തന്നെ അല്ലേ എന്നുള്ളൊരു സാധനം വരും. അപ്പം ചിലപ്പോൾ ആ ഒരു മടുപ്പ് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് വേറൊരാൾ നിങ്ങളെ നോക്കുമ്പോഴോ, അല്ലെങ്കിൽ ആ ഒരു വീണ്ടും ഒരു യങ് ആയിട്ടുള്ള ഒരു ഹോർമോൺ വീണ്ടും പുഷ് ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങളൊരു ഡിസ്റ്റൻസ് ഇടുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം മിണ്ടാതിരിക്കുക, മനഃപൂർവ്വം വേണമെന്ന് വെച്ച് മിണ്ടായിരിക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും ആ വ്യക്തി നമ്മുടെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ വ്യക്തി നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ, അതില്ലാതെ നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ പറ്റും, നമുക്ക് ആരില്ലായാലും പറ്റും, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയി തന്നെ വരും. പക്ഷെ അതുള്ളപ്പോഴായിരുന്നോ, ആ ഒരാളുള്ളപ്പോഴായിരുന്നോ കുറച്ചുകൂടെ ലൈഫ് ബ്യൂട്ടിഫുൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് മനസ്സിലാക്കുന്ന പോയിന്റിൽ ഭയങ്കര അടിപൊളിയാണ്. അപ്പം അഥവാ നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പം ഈ പറയുന്ന പോലെ സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളായിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇതെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുക, എനിക്ക് എന്തോ ഇങ്ങനെ വേറൊരാളോട് ഒരു ഫീലിങ്സ് വന്നു. ഉറപ്പായിട്ടും അത് ഹേർട്ട്ഫുൾ ആയിരിക്കും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണറിന് ഭയങ്കര വിഷമം ഉണ്ടാക്കും. ഇത്രയും ടൈമും സമയവും ഒക്കെ, ഇത്രയും ടൈമും എനർജിയൊക്കെ എന്തിനാ ഇൻവെസ്റ്റ് ചെയ്തതെന്നൊക്കെ തോന്നും. പക്ഷേ അവരതിൽ റിക്കവർ ചെയ്തോളും. അവർക്ക് പിന്നെ മനസ്സിലാവും നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടോ നിങ്ങളുടെ കൂടെ നിന്നിട്ടോ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡിസ്റ്റൻസ് ചെയ്യും. അവർ കുറേ ദിവസം കരയുമായിരിക്കും, പക്ഷെ അവർക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെ ഇവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരു പോയിന്റിൽ ആലോചിക്കും, ശരി എന്നെ ചതിച്ചില്ലല്ലോ, അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞല്ലോ എന്ന്. നേരെ മറിച്ച് നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല, നിങ്ങളുടെ ഫോൺ എടുക്കുന്നു, നിങ്ങളെ തൂക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, തൂക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ബ്രേക്കപ്പ് ആവും. പക്ഷെ ഈ ജന്മത്ത് അത് റിക്കവർ ആയി വരാൻ പറ്റത്തില്ല. അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും, വരുന്നവരും പോകുന്നവരും ഒക്കെ, ഇവനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലെ ഇവളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആരെയും അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ
അങ്ങനത്തെ നമ്മൾ ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ പാടെ നശിപ്പിക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത്. അപ്പം എനിക്ക് റിലേഷൻഷിപ്പിനെ പറ്റി പറയാനുള്ളത് മാക്സിമം അത് ചെയ്യാതിരിക്കുക. ഇഫ് യു ആർ നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും ഫീലിംഗ് തോന്നുന്നുണ്ട്, അങ്ങനെ ചിലപ്പോൾ അതൊരു ഒരു ഇൻഫാക്ച്വേഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇത് നിങ്ങൾ പാർട്ണറിനോട് ഓപ്പൺ ആയിട്ട് പറയുമ്പം ഇതുപോലെ ഇരുന്നിട്ട് മെച്ചുവേർഡായിട്ട് സംസാരിക്കാൻ അവർക്ക് പറ്റുമായിരിക്കും. ചിലപ്പോൾ അത് കാരണം തന്നെ നിങ്ങൾക്ക് മറ്റേത് വേണ്ട, ഈ റിലേഷൻ തന്നെ സേവ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളായിട്ട് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഈ പറയുന്ന പോലെ ഇവളെ എനിക്ക് വേണം താനും, മറ്റവളുടെ കൂടെ പോവുകയും വേണം താനും, അല്ലെങ്കിൽ ഇവനെ എനിക്ക് വേണം മറ്റവൻ്റെ കൂടെ പോകണം എന്നുള്ളൊരു സാധനം വിടുക. നമ്മൾ ഇമോഷൻസ് ആർ നോട്ട് ഫോർ ഫൺ എന്നുള്ളത് ഇപ്പോഴത്തെ ആൾക്കാർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനിയും ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. എനിക്ക് ഒരു ചോദ്യത്തിന് ഞാൻ ഇത്രയും കഥ പറയാനുള്ളത് കൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി എൻ്റെ മൈൻഡിൽ ഉണ്ടാവും. നമുക്ക് ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾക്ക് ഞാൻ അങ്ങനെ പയ്യെ ആൻസർ ചെയ്ത് തരാം. നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. സോ ഡു റിമെമ്പർ, നമ്മൾ സത്യം പറഞ്ഞതുകൊണ്ട് ആ സമയത്തുണ്ടാകുന്ന ഭൂകമ്പമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അറ്റ് ദ എൻഡ് നമുക്ക് നമ്മളോട് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം. അത് ഈ പറയുന്ന പോലെ എനിക്കൊരു കുഴപ്പമില്ല, അവള് പോട്ടെ എന്നുള്ളതാണെങ്കിൽ കാര്യമില്ല. നേരത്തെ ഒരു കുട്ടി പറഞ്ഞ പോലെ ഹാവ് സം എംപത്തി ടു എവറി വൺ. പിന്നെ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കമൻറ്റ് ചെയ്യാം. ബൈ.